നമസ്കാരം, ഷാരോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹന്ന സുസൻ തോമസ്, എന്നോടൊപ്പം നെൽസൺ വർഗീസ്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ സുവിശേഷ വേലയിൽ 5 പതിറ്റാണ്ട് പിന്നിട്ടു. മുണ്ടിയപ്പള്ളി ഷാരോൺ സഭയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം പുരോഗമിക്കുന്നു. പാസ്റ്റർ ഫിന്നി ജേക്കബ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് നാഷണൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുണ്ടിയപ്പള്ളി ഷാരോൺ ചർച്ച് പാഴ്സനേജ് പുനഃപ്രതിഷ്ഠിച്ചു. പാറയിൽ പാപ്പിച്ചായൻ നിത്യതയിൽ. വാർത്തകൾ വിശദമായി. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ സുവിശേഷ വേലയിൽ 5 പതിറ്റാണ്ട് പിന്നിട്ടു. കൊച്ചറയിൽ നിന്ന് ലോകപ്രസിദ്ധനായി മാറിയ ഒരു സുവിശേഷകനാണ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പിന്നിട്ട വഴികൾ പലപ്പോഴും ദുർഘടങ്ങൾ നിറഞ്ഞതായിരുന്നു. താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ജീവിത പ്രതിസന്ധികളിൽ ഇന്ന് വരെ അദ്ദേഹം തളർന്നു പോകാതെ പിടിച്ചു നിന്നതിന്റെ രഹസ്യം അദ്ദേഹത്തിന് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അർപ്പണബോധവും തന്നെയാണ്. ഹന്ന, അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്നതാരാണ്? ദൈവം. അതെ, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത പടവുകൾ താണ്ടുവാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനാണ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ. എന്നാൽ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നു വീണ പ്രസിദ്ധീകരണങ്ങൾ ഇന്ന് ക്രൈസ്തവ ലോകത്തിന് മറക്കുവാനോ മാറ്റിവെക്കുവാനോ കഴിയാത്തതാണ്. കേരളത്തിലെ വേദപഠനത്തിന് ശേഷം ഹരിയാനയിലെ പ്രശസ്തമായ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്നും, അന്നത്തെ കാലഘട്ടം അറിയാമല്ലോ, കൊടും തണുപ്പ്, സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട്, ഭാഷയുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെയെല്ലാം മറികടന്ന് 2ാം റാങ്കോടുകൂടി അദ്ദേഹം പഠനം പൂർത്തീകരിക്കുവാൻ ഇടയായി തീർന്നു. ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ ബഹുമാനപ്പെട്ട പോൾ പിള്ളയ്ക്കുണ്ടായ ദൈവനിയോഗത്തെ തുടർന്നാണ് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണന് അവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായി. തന്റെ സഹപാഠിയും ലൈറ്റ് ഫോർ ഇന്ത്യ ബൈബിൾ കോളേജിന്റെ ഡയറക്ടറുമായ പാസ്റ്റർ ക്രിസ്തുദാസ് അദ്ദേഹത്തോടൊപ്പമുള്ള തന്റെ കോളേജ് ദിനങ്ങൾ ഓർക്കുന്നു. നിരവധി സംഭവങ്ങൾ ഓർമ്മ വരുന്നെങ്കിലും ഒരു സംഭവം പറയാം. ഒരു സഹോദരനെ ഭൂതം ബാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം ആ ഭൂതബാധ അതിലെല്ലാം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവർക്കും വലിയ ഭയമായി. പകൽ പോലും ബാത്റൂമിൽ പോകണമെങ്കിൽ 3-4 പേര് ഒരുമിച്ച് പോകത്തുള്ളൂ. അതുപോലെ രാത്രിയിൽ തൊണ്ടയിൽ വന്ന ഒരു പിടിക്കുന്ന ഫീലിങ്സ് പലർക്കും ഉണ്ടായി. എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ പോൾ പാസ്റ്റർ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും പ്രസംഗിക്കുവാനൊക്കെ ആരംഭിച്ചപ്പോൾ സീനിയർ സ്റ്റുഡൻസ് വെല്ലുവിളിക്കുവാനായിട്ട് ആരംഭിച്ചു. അവർ പറഞ്ഞു, പോളിന് അത്ര ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തരുന്ന കല്ല് ഈ 60 ഏക്കർ കോമ്പൗണ്ടിന്റെ അങ്ങേയറ്റത്ത് രാത്രിയിൽ കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വെല്ലുവിളി സ്വീകരിച്ച് രാത്രി 10 മണിയായപ്പോൾ പോൾ പാസ്റ്റർ ആ കല്ലുമായിട്ട് അന്ധകാരത്തിലേക്ക് വിളക്കൊന്നുമില്ലാതെ വലിയ കോമ്പൗണ്ട്, 60 ഏക്കർ കോമ്പൗണ്ടിന്റെ നിറയെ മരങ്ങളാണ്. മരങ്ങളിലൊക്കെ പക്ഷികളുണ്ട്. ആ പക്ഷികളൊക്കെ ഒന്ന് ചിറകടിക്കുമ്പോൾ തന്നെ ഭയാനകമായ ശബ്ദമാണ്. പലവിധമാകുന്ന ശബ്ദങ്ങളൊക്കെ അകത്തുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ ആ എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ കല്ലുമായിട്ട് പോൾ പാസ്റ്റർ അന്ധകാരത്തിലേക്ക് നടന്നു നീങ്ങുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിറ്റേ ദിവസം അതിരാവിലെ സീനിയർ സ്റ്റുഡൻസ് എല്ലാം കൂടെ പോയി ആ സ്ഥലം പരിശോധിച്ചപ്പോൾ അവർ കൊടുത്ത അതേ കല്ല് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പോൾ പാസ്റ്റർ കാണിച്ച ആ ധൈര്യം എല്ലാ സ്റ്റുഡൻസിലേക്കും വ്യാപരിക്കുവാനും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ എല്ലാ ഭയങ്ങളും മാറിപ്പോകുവാനും ഇടയായി തീർന്നത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. പറയുക തന്നെയല്ല, പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ് പോൾ പാസ്റ്റർ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ചില ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി ഒരു പ്രദേശവാസി കൊച്ചറയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അദ്ദേഹം ഫോൺ കോളിൽ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ കൊച്ചേട്ടാ, എന്തുണ്ട് വിശേഷം? എന്താണ് താങ്കളുടെ പേര്? താങ്കളുടെ ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവെച്ചാലും. നമസ്കാരം. എൻ്റെ പേര് വിജയൻ എന്നാണ്. എനിക്ക് ഇവിടെ പണ്ടൊരു പലചരക്ക് കടയൊക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ പറയുന്ന സുകുമാരനും ഗോപാലകൃഷ്ണനും ഒക്കെ നമ്മുടെ കടയിലെ പരിചാരാണ്. നല്ല പിള്ളേരാണ്. ഇപ്പം എനിക്ക് ആ കടയൊന്നുമില്ല, എല്ലാം അടച്ച് പ്രായമൊക്കെ ആയില്ലയോ. പിള്ളേർക്കാണെങ്കിൽ കച്ചവടം ചെയ്ത് താല്പര്യവും ഇല്ല. ഞാൻ പറയാൻ കാരണം, ഒരിക്കൽ ആരോ പറയുന്നത് കേട്ടു, സുകുമാരൻ അനിയൻ കലകള്ളതി മുങ്ങിയെന്നോ മാനസാന്തരപ്പെട്ടെന്നോ. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ തന്നെ വളരെ കുറഞ്ഞൊരു സമയം. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഒരിക്കൽ അവൻ കടയിൽ വന്നിട്ട് ഒരു 2 രൂപ തന്നിട്ട് പറഞ്ഞു, കൊച്ചേട്ടാ പണ്ട് ഞാൻ ഒരു പെൻസിൽ വാങ്ങിച്ചതിൻ്റെ പൈസ ചേട്ടൻ വെക്കണമെന്ന്. എൻ്റെ ഓർമ്മയിൽ പോലും അങ്ങനെ സംഭവമില്ല. ഞാൻ പറഞ്ഞു, മോനെ
നീ വാദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇത് നിന്റെ തെറ്റിദ്ധാരണയായിരിക്കും. അപ്പൊ അവൻ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. കൊച്ചയുടെ മറന്നു കാണും, പക്ഷേ എന്നെ മുഴുവനായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ മുന്നിൽ എനിക്കൊന്നും മറയ്ക്കാൻ കഴിയത്തില്ല. സത്യം പറയാമല്ലോ, അങ്ങനെ ഒരു വർത്താനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഹന്ന, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? തീർച്ചയായും. നമുക്ക് ഇനിയുണ്ട് വാർത്തകൾ. ശരി. മുണ്ടിയപ്പള്ളി ഷാരോൺ സഭാ പാസ്റ്ററായ ഫിന്നി ജേക്കബ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് നാഷണൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി തിരുവല്ലയിൽ നിന്നും ചേരുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ തിരഞ്ഞെടുപ്പ്? അതെനിക്ക് കേൾക്കാം ഹന്ന. തികച്ചും ആത്മീക പശ്ചാത്തലത്തെ തന്നെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. സഭ ഐക്യകണ്ഠേനയായിട്ടാണ് അദ്ദേഹത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ സഹായിച്ചത്. താൻ അധികാര സ്ഥാനങ്ങളിൽ ഭ്രമിക്കുന്നവനല്ലെന്നും ഇതൊരു സ്വർണ്ണ കിരീടമാണെന്ന മിഥ്യധാരണ തനിക്കില്ലെന്നും വാർത്താ സമ്മേളനത്തിനോട് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരുടെയും കൂട്ടായ പ്രാർത്ഥന ഉണ്ടെങ്കിലേ ഷാരോൺ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. ഷാരോൺ പരിസരത്ത് നിന്ന് ഷാരോൺ ന്യൂസ് റിപ്പോർട്ടർ ലൂട്ട് സാറ ജേക്കബ് നിങ്ങളോടൊപ്പം. മുണ്ടിയപ്പള്ളി ഷാരോൺ ചർച്ച് പാഴ്സണേജ് പുനഃപ്രതിഷ്ഠിച്ചു. അതെ, വർഷങ്ങളായി ഉപയോഗയോഗ്യമല്ലാതിരുന്ന പാഴ്സണേജ് നെഹമ്യാവിനെ പോലെയും നെഹമ്യാവിനോടൊപ്പം ഉത്സാഹത്തോടെ നിന്ന ഭൃത്യന്മാരെ പോലെയും നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവർ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്തതിനാൽ അതിൻ്റെ പണികാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാനും അത് കഴിഞ്ഞ ഞായറാഴ്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു. അതിൻ്റെ പിൻപിൽ അധ്വാനിച്ച എല്ലാവർക്കും ഷാരോൺ ന്യൂസിൻ്റെ അഭിവാദ്യങ്ങൾ. അടുത്തത് നമുക്ക് ഏവർക്കും വേദന നൽകുന്ന ഒരു വാർത്തയാണ്. മുൻ സൺഡേ സ്കൂൾ ടീച്ചറും സഭയുടെ അഭിവാജ്യ ഘടകവുമായിരുന്ന പാറയിൽ പാപ്പിച്ചായൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും ദൈവകാര്യങ്ങളോടുള്ള ശുഷ്കാന്തിയും വളരെ മാതൃകാപരമാണ്. അദ്ദേഹം അനേകം തലമുറകളെ വിവിധ ഭാഷകളിൽ താൻ തന്നെ എഴുതി ഈണമിട്ട പാട്ടുകൾ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളോട് നിങ്ങളുടെ ഓർമ്മകളെ പങ്കുവച്ചതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ മുണ്ടിയപ്പള്ളി സഭയിൽ അനുമോദന യോഗം പുരോഗമിക്കുന്നു.